KPSCയും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന തോപ്പിൽ ഭാസിയും ഒക്കെ കേരളത്തിലെ തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ഒക്കെ മലബാർ പര്യടനമൊക്കെ വളരെ വിജയകരമായ ഒരു പര്യടനം നടത്തി. അങ്ങനെ ഒരു വലിയൊരു ഒരു കേരളത്തിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒന്നാമത്തെ ജനകീയ നാടക പ്രസ്ഥാനം എന്നുള്ള പേര് നേടിയെടുത്തു. അങ്ങനെ അതിനുശേഷം തോപ്പിൽ ഭാസി തിളങ്ങി വന്നതിന് ശേഷം അധികം താമസിയാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. അദ്ദേഹം വള്ളിക്കുന്നത്തിൻ്റെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 ആയപ്പോഴത്തേക്കും തിരുക്കൊച്ചിയിലെ തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം MN ഗോവിന്ദൻ നായർ പ്രതികരിച്ചിരുന്ന ഭരണിക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. അന്ന് ജവഹർലാൽ നെഹ്റു തോപ്പിൽ ഭാസിക്കെതിരെ വന്ന് സംസാരിച്ചു. ഇവിടെ കൊലയാളിക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ നെഹ്റുവിനെ കൊണ്ട് കോൺഗ്രസ്സുകാർ പ്രസംഗിപ്പിച്ചു. അന്ന് നെഹ്റു പ്രസംഗിച്ച മണ്ഡപം അടങ്ങുന്ന 1 ഏക്കർ സ്ഥലം അദ്ദേഹം പിന്നീട് വിലയ്ക്ക് വാങ്ങി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് വെച്ചത്. നെഹ്റു ഉൾപ്പെടെ അന്ന് എല്ലാവരും ആദരിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഏറ്റവും വലിയ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളെ പോലും വില വയ്ക്കാതെ തിരുക്കൊച്ചിയിലെ ഭരണിക്കാവിലെ ജനങ്ങൾ തോപ്പിൽ ഭാസിക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. അങ്ങനെ തിരുക്കൊച്ചി അസംബ്ലിയിലെ MLA ആയി. തിരുക്കൊച്ചി അസംബ്ലിയിൽ അങ്ങനെ MLA ആയി പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാവേലിക്കര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം 2ാമത്തെ നാടകം എഴുതി, സർവേക്കല്ലും രംഗത്ത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പോലെ വലിയ വിജയമൊന്നും ആയില്ലെങ്കിൽ ഒരു തോപ്പിൽ ഭാസിയുടെ ഏറ്റവും മികച്ച, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകങ്ങളിലൊന്നായിരുന്നു അത്. സർവേക്കല്ല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന KPSCയുടെ സഹോദര പ്രസ്ഥാനമായ പ്രതിഭ ആർട്സ് ക്ലബ്ബ്, ശങ്കരാടി സെക്രട്ടറിയായ പ്രതിഭ ആർട്സ് ക്ലബ്ബിന് വേണ്ടി മറ്റൊരു നാടകം എഴുതി, വിശക്കുന്ന കരിങ്കായി. അത് കൊച്ചിയിലെ ആലപ്പുഴയിലെ അന്ന് പട്ടിണി 1950കളുടെ തുടക്കത്തിൽ പട്ടിണി മരണങ്ങൾ ധാരാളം സംഭവിച്ച ആ ഒരു സംഭവങ്ങളെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വിശക്കുന്ന കരിങ്കാലി എന്നുള്ള നാടകം എഴുതിയത്. ഈ 3 നാടകങ്ങളിലൂടെ തോപ്പിൽ ഭാസി ഒരു നാടകകൃത്ത് എന്നുള്ള നിലയിൽ പേരെടുത്ത് വളരെ പ്രശസ്തി നേടുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു നാടകം എന്ന് പറയാവുന്ന മുടിയനായ പുത്രൻ എഴുതുന്നത്. മുടിയനായ പുത്രനിൽ അദ്ദേഹം തന്നെ അപ്പോൾ തന്നെ നാടകത്തിൽ KPSCയിൽ പലപ്പോഴും പകരക്കാരനായിട്ടൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത തോപ്പിൽ ഭാസി മുടിയനായ പുത്രനിലാണ് മുഴുനീള റോള് ആദ്യമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നത്. അന്നത്തെ ബോമാധവൻ നായകനായ രാജൻ എന്ന കഥാപാത്രത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ പ്രതിനായകനായ ഗോപാലപിള്ള എന്നുള്ള കോൺട്രാക്ടറായി തോപ്പിൽ ഭാസി അഭിനയിക്കുന്നു. തോപ്പിൽ ഭാസിയുടെ നാടക ജീവിതവും രാഷ്ട്രീയ ജീവിതവും അങ്ങനെ വളരെ തിരക്ക് പിടിച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അസംബ്ലിയിലേക്കുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തന്നെ നിയമസഭയിലേക്കുള്ള ഒരു മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടിയെ അറിയിച്ച തോപ്പിൽ ഭാസി MN ഗോവിന്ദൻ നായർ വിളിച്ച്, അദ്ദേഹം നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുടിയനായ പുത്രൻ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ശരി, MLA ആകാനല്ലേ ഇഷ്ടമില്ലാതുള്ളൂ, MLA ആകണ്ട, മത്സരിച്ച് തോക്കാമല്ലോ പാർട്ടി വളർത്താൻ വേണ്ടി എന്ന് പറയുകയാണ്. അങ്ങനെ പാർട്ടിയുടെ ആഗ്രഹം അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് അന്ന് പാർട്ടിക്ക് അധികം കേഡർമാരില്ലാത്ത, വലിയ സ്വാധീനമൊന്നുമില്ലാത്ത പത്തനംതിട്ട എന്നുള്ള സ്ഥലത്തെ ആ നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു. അവിടെ മത്സരിക്കുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ കുറച്ചാണ്. മുഴുവൻ പ്രതിപക്ഷത്തിന് ഏറ്റവും അധികം അവരുടെ ഒരു തട്ടകം എന്ന് പറയാവുന്ന സ്ഥലമാണ്. മാത്രമല്ല അവിടെ മന്നത്ത് പത്മനാഭൻ അവിടെ വന്നപ്പോൾ നായർ പ്രമാണികളൊക്കെ കൂടെ വന്ന് മന്നത്ത് പത്മനാഭനെ പോയി കാണണം. കാര്യം തോപ്പിൽ ഭാസിക്ക് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ നായന്മാരുടെ വോട്ട് കിട്ടും, മന്നത്ത് മൂപ്പിലിനെ കാണാൻ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥിയാണല്ലോ, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇതും എല്ലാവരും കൂടെ ചെന്ന് മന്നത്തിൻ്റെ അടുത്ത് പരാതിയായിട്ട് പറഞ്ഞു, അയാളെ തോപ്പിക്കണം. തോപ്പിൽ ഭാസി അല്ലെങ്കിൽ തന്നെ നായർ വിരുദ്ധനാണ്. മന്നത്തിനെ ഒരുപാട് പത്രങ്ങളിലൂടെ കളിയാക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ നായന്മാരെയാണ് പ്രധാനപ്പെട്ട ഒരു ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ജമ്മി കേശവൻ നായരായാലും ശരി, വേലുച്ചാരായാലും, പിന്നീട് മുടിയനായ പുത്രനിലെ ഗോപാലപിള്ളയായാലും, അയാളുടെ ശിങ്കിടി NSS കരയോഗം സെക്രട്ടറി കൃഷ്ണൻ നായരായാലും, അങ്ങനെ നായർ സമുദായത്തിൽപ്പെട്ടവരെയാണ് ഏറ്റവും അധികം തോപ്പിൽ ഭാസി കളിയാക്കിയിട്ടുള്ളത്. കൊണ്ട് നായൻ ഒരു കാരണവശാലും ജയിപ്പിക്കാൻ പാടില്ല എന്ന് അവിടുത്തെ പ്രമാണികൾ പറഞ്ഞു. പക്ഷേ മന്നം പറഞ്ഞ അങ്ങനല്ല, അവൻ ആണ് തന്തയ്ക്ക് പറഞ്ഞ നായർ, അവൻ തത്വം വിട്ട് നമ്മളുടെ അടുത്ത് വന്നില്ലല്ലോ, അവനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും തോപ്പിൽ ഭാസി ഇവിടെ വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ആ നിയമസഭയിൽ അദ്ദേഹം തോപ്പിൽ ഭാസി ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു നിയമസഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA മാർ ജിഞ്ചർ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടു. P. ഗോവിന്ദപിള്ള, E. ചന്ദ്രശേഖരൻ നായർ, വിളിയം ഭാർഗവൻ, കല്യാണകൃഷ്ണൻ നായർ, പുനലൂർ രാജഗോപാലൻ നായർ, ഇത്രയും പേരടങ്ങിയ ആ ഒരു ഗ്രൂപ്പിനെ ജിഞ്ചർ ഗ്രൂപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ 6 പേരാണ് ആ നിയമസഭയിൽ ഏറ്റവും അധികം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഷൈൻ ചെയ്തത്. കാര്യം
അന്ന് പ്രതിപക്ഷം വളരെ പട്ടനാറുപിള്ളയും പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവാണ്, പട്ടനാറുപിള്ളയുണ്ട്, പിന്നെ CH മുഹമ്മദ് കോയുണ്ട്. വളരെ പ്രഗത്ഭരായ ഒരുപാട് അംഗങ്ങളുള്ള ഒരു നിയമസഭയായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രഷറി ബെഞ്ചിലും ഒരുപാട് പ്രഗത്ഭരുണ്ടായിരുന്നു. പക്ഷേ ഏത് കാര്യത്തിനും എടുത്തിയാടി അഭിപ്രായം പറയാനും ആ പ്രതിപക്ഷത്തെ ആക്രമിക്കാനും ആക്രമണത്തെ തടുക്കാനും ഒക്കെ ഏറ്റവും സാമർഥ്യം കാണിച്ചിട്ടുള്ള ഈ 6 പേരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ജിഞ്ചർ ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. പക്ഷേ ആ കാലത്ത് അദ്ദേഹത്തോടുള്ള വൈരാഗ്യം കാരണം കോൺഗ്രസ്സുകാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ രാജനെ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ പിന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു ചവറുകൂനയിൽ ഉപേക്ഷിച്ചു. അത് അന്ന് മുതൽ ആ കുട്ടിക്ക് അസുഖങ്ങളും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ശാരീരികമായി പോലും അല്ലെങ്കിൽ ആ കുടുംബത്തെ വളരെ നേരിട്ട് ആക്രമിക്കാൻ വരെ കോൺഗ്രസ്സുകാർ തയ്യാറായി. അതായിരുന്നു ആ കാലത്തെ സ്ഥിതി. അത് കഴിഞ്ഞ് അങ്ങനെ MLA ആയിരിക്കുന്ന സമയത്ത് വിമോചന സമരം വരുന്നു. അതിനിടയിൽ ബോംബെയിൽ പോകുന്നു. ബോംബെയിൽ ചെന്ന് നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. അന്ന് ബൽരാജ് സാഹിനിയായിട്ട് വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടാകുന്നു. ബൽരാജ് സാഹിനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. അന്ന് സംഗീത അക്കാദമിയുടെ സെക്രട്ടറി P. ഭാസ്കരനും അതിനകത്തെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാണ് തോപ്പിൽ പാസി. അവരുടെ അതിനകത്തെ അംഗമാണ് G. ജനാർദ്ദനക്കുറുപ്പൊക്കെ. ഇവരൊക്കെ ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി ബൽരാജ് സാഹിനി ഇവിടെ കൊണ്ടുവന്നു. ബൽരാജ് സാഹിനിയെ കേരളത്തിൽ മുഴുവൻ കൊണ്ടുനടന്ന് കാണിച്ചു, നാടകങ്ങൾ കാണിച്ചു. അങ്ങനെ ബൽരാജ് സാഹിനി ആയിട്ട് അദ്ദേഹം പീച്ചി ഡാമിൽ പോകുന്നു. അവിടെ നിന്ന് പണിക്കിടയിൽ മലമ്പനിയൊക്കെ പിടിച്ച് മരിച്ചവരുടെ ഒരു പേര് കുത്തിച്ചിരിക്കുന്ന സ്തൂപം കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്തൂപം കണ്ട് ബൽരാജ് സാഹിനി വളരെ വികാരാധീനനായി നിൽക്കുന്ന തോപ്പിൽ പാസി കണ്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു തൊഴിലാളികളുടെ, അതായത് ഇതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പേരെ അത് KPSC ഒരു വലിയ കേസിൽപ്പെട്ടു. KPSCയുടെ കൺവീനറായ പിന്നെ 1953 KPSCയുടെ കൺവീനറായിരുന്ന കോടാകുളങ്ങര വാസുള്ള ഒരു കൊലക്കേസിൽപ്പെട്ടു. കോടാകുളങ്ങരയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പോൾ കോടാകുളങ്ങരയെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തോപ്പിൽ പാസിയും ജനാർദ്ദനക്കുറുപ്പും അവരെല്ലാവരും വളരെ കാര്യമായി പ്രവർത്തിച്ചു. പക്ഷേ കോടതി ജീവപര്യന്തം ശരിവച്ചു. സുപ്രീം കോടതി വരെ പോയി, അത് തോറ്റു. പ്രസിഡൻറ്റിൻ്റെ ദയാഹർജി തള്ളി. അങ്ങനെ തൂക്കിക്കൊല്ലും എന്നുള്ളത് തീർച്ചയായി. 2-3 തവണ തൂക്കിക്കൊല നിശ്ചയിച്ചെങ്കിലും അത് മാറ്റിവെച്ചു. പല കാരണങ്ങളാൽ, ആരാച്ചാര് വന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു. അങ്ങനെ തോടാകുളങ്ങര അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കയറിന്മേൽ തൂങ്ങുകയാണ്, ഒരു വളരെ നൂലിന്മേൽ തൂങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ആദ്യത്തെ തീരുമാനം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ TMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് എല്ലാ തൂക്കിക്കൊലകളും റദ്ദാക്കി അത് ജീവപര്യന്ത ശിക്ഷയായി ഇളവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി പിന്നെയും കാത്തിരുന്ന് അവസാനം കോടാകുളങ്ങര വാസുള്ള ആ കേസിൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അതുപോലെ തന്നെ ആ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രതികളെല്ലാം, ശൂരനാട് സംഭവം ഉൾപ്പെടെ ഒരുപാട് കേസുകളിൽ കോൺഗ്രസ്സുകാർ അകത്താക്കിയ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വെറുതെ വിട്ടു. അപ്പോൾ ഇവരെല്ലാവരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തോപ്പിൽ പാസി അവരിറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാനായി ജയിലിൻ്റെ നടക്കൽ കാത്തു നിന്ന തോപ്പിൽ പാസിയുടെ മനസ്സിലൊരു ആശയം വന്നു. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലേറാൻ ഇവരുടെയൊക്കെ ജീവിതമാണ് മുതൽ മുടക്കായി കൊടുത്തത്. ഇവരുടെ ജീവിതം, പ്രത്യേകിച്ച് ചേലക്കോട്ടയത്തെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഖാവ്, അദ്ദേഹത്തിൻ്റെ 6 കുഞ്ഞുങ്ങളാണ് ആ കാലഘട്ടത്തിൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ വഴിതെറ്റിപ്പോയി. പല ഇടത്തായി അവർ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും പോകേണ്ടി വന്നു. അങ്ങനെ അതിനകത്ത് ആ കുട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു പാട്ടവിളക്ക് കൊളുത്തി വെച്ച ഭാർഗവി എന്നുള്ള കുട്ടി വഴിയിൽ കിടന്ന് മരിച്ചു. കുഞ്ഞിരാമൻ്റെ കുടുംബം മുഴുവൻ തകർന്ന് പല വഴിക്കായി. ഈ സംഭവം ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് അതൊരു ആശയമാക്കി കമ്മ്യൂണിസ്റ്റ് ഒരു പ്രവർത്തകൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു വലിയൊരു ദുരന്തത്തെ ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു നാടകം തോപ്പിൽ പാസി എഴുതി പ്രതിഭ ആർട്സ് ക്ലബിന് വേണ്ടി. അതാണ് മൂലധനം എന്നുള്ള നാടകം വളരെ വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ബൽരാജ് സാഹിനിയുടെ വരവും. അങ്ങനെ ബൽരാജ് സാഹിനിയുമായി ഡാമുകളിൽ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് വീട് കിട്ടിയ ഒരു ബീജാഭാവം, ഒരു നാടകത്തിൻ്റെ ബീജാഭാവമാണ് അടുത്ത നാടകമായ പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ളത്. ഈ നാടകം എഴുതാൻ അദ്ദേഹത്തിന് മറ്റൊരു പ്രേരണ ഉണ്ടായത് P.K. വിക്രമൻ നായർ, അന്നത്തെ നാടകാചാര്യനായ P.K. വിക്രമൻ നായരുടെ അദ്ദേഹമാണ് പറഞ്ഞത്, ഇങ്ങനൊരു നാടകം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ, ത്യാഗസന്നദ്ധനായ, ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നേരിടുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഒരു നാട്ടിൻ പുറത്ത് വെള്ളവും വെളിച്ചവും എത്തിക്കാൻ വേണ്ടി ആത്മത്യാഗം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെയും കുറേ പാവപ്പെട്ട ജനങ്ങളുടെയും കഥ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എഴുതിയത്. അതുവരെ അദ്ദേഹം എഴുതി വന്നിരുന്ന, അതായത് ജന്മി തൊഴിലാളി കർഷക സംഘടനവും അതൊക്കെ മാറ്റി നാടിൻ്റെ വികസനം, അങ്ങനെ രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ളൊരു പുതിയൊരു സന്ദേശമാണ് ആ നാടകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് വെള്ളവും വെളിച്ചവും എത്തിക്കുക ഗ്രാമങ്ങളിൽ, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണം.
അവിടുത്തെ ഗ്രാമീണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറണം എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ളൊരു ഒരു ഒരു പ്രമേയമാണ് അദ്ദേഹം അതിലൂടെ പിന്നെ 60കളുടെ തുടക്കത്തിൽ 59ൻ്റെ അവസാനത്തിലാണ് നാടകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. KPSCയുടെ ഒരു നാടകം അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്യുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. അതുവരെ ജനാർദ്ദനക്കുറുപ്പായിരുന്നു നാടകങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമിയും വലിയൊരു ഹിറ്റായി, വലിയൊരു നാടകരംഗത്ത് വലിയൊരു പേരെടുത്തു. പക്ഷേ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ വിമോചന സമരത്തിലൂടെ പുറത്താക്കിയ എന്നിട്ട് അധികാരത്തിൽ വന്ന പട്ടനാനമ്പള്ളിയുടെ ഗവൺമെൻറ് ഈ നാടകത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. നാടകം ഡൽഹിയിലൊരു നാടക മത്സരത്തിലേക്ക് അയക്കാനായിട്ട് കേരളത്തിൽ യോഗ്യതയുള്ള നാടകങ്ങളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ ആകാശം പുതിയ ഭൂമിക്ക് ഡൽഹിയിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ തൊട്ടുപിറകെ ഒരു വലിയൊരു ഭാരത പര്യടനം KPSC നടത്തി. KPSC എല്ലാ പ്രധാനപ്പെട്ട മദ്രാസും കൽക്കട്ടയും ബോംബെയിലും ഡൽഹിയിലും വലിയ നാടകോത്സവങ്ങൾ നടത്തി. അവിടെയൊക്കെ വലിയ സ്വീകരണം കിട്ടി. അങ്ങനെ ആ ഡൽഹിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ഗോവിന്ദ വല്ലഭ പന്ത് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, അന്ന് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് മരണം സംഭവിക്കാം എന്ന് അറിഞ്ഞിട്ട് പോലും നെഹ്റു നാടകം കാണാൻ വന്നു. ഭാസിയുടെ പുസ്തകം ഏറ്റുവാങ്ങി, പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ള പുസ്തകം ഏറ്റുവാങ്ങി. ആ ഭാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോഴും ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ള ഒരു വലിയ പടമാണ് നെഹ്റുവിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നെഹ്റു ആ നാടകം കുറച്ചു നേരം കണ്ടിട്ടിരുന്ന് പോകാൻ വന്നതാണ്. പക്ഷേ നാടകം മുഴുവൻ അവിടെ ഇരുന്ന് കണ്ടു. പനമ്പള്ളി ഗോവിന്ദമേനോൻ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ്, ജനാർദ്ദനക്കുറുപ്പ്, ഇവരൊക്കെയാണ് നാടകത്തിൻ്റെ തർജ്ജിമ ചെയ്ത് കൊടുത്തത് നെഹ്റുവിന്. എല്ലാ MP മാരും പ്രധാനപ്പെട്ട മലയാളികളും തലസ്ഥാനത്തുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരൊക്കെ KPSCയുടെ നാടകോത്സവം കാണാൻ വന്നിരുന്നു. അങ്ങനെ തോപ്പിൽ ഭാസി ഒരു അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പേര് ഒരു മാറുന്നത് ആ നാടകോത്സവത്തോടു കൂടിയാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് മുടിയനായ പുത്രൻ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിച്ചു. പുതിയ ആകാശം പുതിയ ഭൂമിയും അടുത്ത വർഷം സാഹിത്യ അക്കാദമിയുടെ മികച്ച നാടകത്തിനുള്ള അവാർഡ്. ഒരുപക്ഷെ കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ ഒരാൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തിൽ 2 അവാർഡുകൾ, അതും അടുപ്പിച്ചടുപ്പിച്ച് കിട്ടുന്നത് ഏക പിന്നെ സംഭവം എന്ന് പറയുന്നത് തോപ്പിൽ ഭാസിക്ക് കിട്ടിയ സാഹിത്യ അക്കാദമി അവാർഡാണ്. പക്ഷേ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന KPSC നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങളാൽ KPSC പിളർന്നു. അതിൽ നോമാധവൻ, പിന്നെ വിജയകുമാരി, അതുപോലെ തന്നെ ദേവരാജൻ ONV, ജനാർദ്ദനക്കുറുപ്പ് എന്നുള്ളവർ KPSC വിട്ടുപോയി. അവർ കൊല്ലത്ത് ആസ്ഥാനമാക്കിയിട്ട് പുതിയൊരു നാടക സംഘം തുടങ്ങി, കാളിദാസ കലാകേന്ദ്രം. അപ്പോൾ അങ്ങനൊരു KPSCക്കൊരു ഒരു എതിരാളി ആ രീതിയിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു നാടക സംഘമായിരുന്നു. അങ്ങനെ KPSCയെ നിലനിർത്താൻ വേണ്ടി പുതിയ നടന്മാർ KP ഉമ്മറും N ഗോവിന്ദൻകുട്ടിയും അടക്കമുള്ള ഒരു കൂട്ടം നടന്മാർ KPSCയിൽ ചേർന്നു. അങ്ങനെ ഈ നാടകങ്ങളൊക്കെ കുറച്ചുകൂടെ വളരെ ഭംഗിയായി തന്നെ ആ നാടകങ്ങൾ അവതരിപ്പിച്ച് മുന്നേറി. ആ സമയത്താണ് തോപ്പിൽ ഭാസി സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് രാമു കാര്യാട്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമു കാര്യാട്ട് അദ്ദേഹത്തെ സമീപിച്ചിരിക്കുക മുടിയനായ പുത്രൻ സിനിമയാക്കണം എന്ന് പറഞ്ഞിരുന്നു. രാമു കാര്യാട്ടിന് ആ വാക്ക് കൊടുത്ത കാരണം പിന്നീട് അദ്ദേഹത്തെ സമീപിച്ച് ആർക്കും തന്നെ തോപ്പിൽ ഭാസി മുടിയനായ പുത്രൻ്റെ റൈറ്റ്സ് കൊടുത്തില്ല. അവസാനം ചന്ദ്രതാര എന്ന് പറയും നീലക്കുയിൽ നിർമ്മിച്ച ചന്ദ്രതാര തന്നെ മുടിയനായ പുത്രൻ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു. 1962 മുടിയനായ പുത്രൻ 61-62 കാലത്ത് മുടിയനായ പുത്രനും T. വാസുദേവൻ്റെ അസോസിയേറ്റഡ് പിക്ചേഴ്സ് പുതിയ ആകാശം പുതിയ ഭൂമിയും നിർമ്മിച്ചു. ഇതിനകത്ത് മുടിയനായ പുത്രൻ പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. അതിനകത്ത് കലാമൂല്യമുള്ള ഒരു ചിത്രമായി സത്യനും അംബികയും മിസ് കുമാരിയും ഒക്കെ അഭിനയിച്ച നാടകം, തോപ്പിൽ കൃഷ്ണപിള്ളയും കാമ്പിശ്ശേരിയും ഒക്കെ അഭിനയിച്ച നാടകം സിനിമയായി. സിനിമ വളരെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ തോപ്പിൽ ഭാസിയുടെ ഒരു സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ് വളരെ ഗംഭീരമാക്കിയ ഒരു സിനിമയായിരുന്നു അത്. എന്നാൽ പുതിയ ആകാശം പുതിയ ഭൂമി അത്രയും അധികം വിജയിച്ചില്ല. അതിൻ്റെ സംവിധാനം നിർവഹിച്ച MS മണിക്ക് ആ നാടകത്തോട് അങ്ങനെ ഒരു നീതി പുലർത്താനായില്ല. പ്രത്യേകിച്ച് നായിക സുലോചന എന്ന നടി ഗായിക ഗംഭീരമാക്കിയ ആ നാടകത്തിലെ ഉഷ എന്നുള്ള കഥാപാത്രത്തെ വളരെ മോശമായി, വളരെ ദയനീയമായിട്ടാണ് നായികയായ BS സരോജ അവതരിപ്പിച്ചത്. അങ്ങനെ ആ സിനിമ അത്ര വിജയമായില്ല. എന്നാൽ പോലും തോപ്പിൽ ഭാസിക്ക് സിനിമാ രംഗത്ത് കാലുറപ്പിച്ച് നിൽക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാൻ ആ നാടകങ്ങൾക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഉദയ സ്റ്റുഡിയോയുടെ നിർമ്മിച്ച റെബേക്ക എന്നുള്ള ചിത്രത്തിലൂടെ തിരക്കഥാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. പിന്നീടുള്ള കാലഘട്ടം 1963 ശേഷം തോപ്പിൽ ഭാസി ഒരു നാടകകൃത്ത് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട നാടകങ്ങൾ എഴുതുമ്പോൾ തന്നെ സിനിമാ രംഗത്ത് വളരെ പ്രശസ്തമായ സിനിമകൾക്ക് തിരക്കഥ സംഭാഷണം രചിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് 2 കൈ കൊണ്ട് എഴുതുന്ന ആൾ എന്ന പേരെടുത്ത ഒരാളാണ്. സെൽപുരം സദാനത്തിലാണ്. അതുപോലെ നിരവധി സിനിമകൾക്ക് ഒരേ സമയം സംഭാഷണവും തിരക്കഥയും രചിച്ചുകൊണ്ടിരുന്ന മറ്റൊരാൾ. അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ വന്ന ഒരു നാടകൃത്തും പാട്ടെഴുത്തുകാരനുമൊക്കെയായി പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് പോയ ആളാണ്.
അപ്പോൾ അങ്ങനെ KPSCയിലുണ്ടായ ഈ നിർഭാഗ്യകരമായ ഈ സംഭവങ്ങൾ തുടർന്ന് KPSCയെ ശക്തിപ്പെടുത്താനും ആ പ്രസ്ഥാനം ജനകീയ നാടക പ്രസ്ഥാനത്തിന് കൂടുതൽ വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകാനും ആവശ്യമായ രീതിയിൽ ഒരു നാടകം എഴുതാൻ തുടങ്ങി. ആ നാടകം അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലുണ്ടായ ചില അനുഭവങ്ങളിൽ നിന്നാണ്. അവിടുത്തെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഒരു സഖാവിനെ കാണാൻ വേണ്ടി നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പോകാറുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരുപാട് അവിടുത്തെ ഡോക്ടറായ ഉണ്ണിത്താൻ, ശങ്കരനാരായണൻ ഉണ്ണിത്താനെ പരിചയപ്പെട്ടു. ഡോക്ടർ ഉണ്ണിത്താൻ അദ്ദേഹത്തോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അതായത് കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു രോഗം ഒരു മാറാവ്യാധിയാണെന്നും ഒരു തീരാവ്യാധിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലവിലുണ്ട്. കുഷ്ഠരോഗം പിടിപെട്ടവരെ വീട്ടുകാർ കൊണ്ടുവന്ന സാനിറ്റോറിയത്തിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഒരിക്കലും അവരേത് തീർത്തും ഭേദമായി എന്നുള്ള തീരുമാനം ഡോക്ടർമാർ പറഞ്ഞാൽ പോലും, അതിനകത്ത് അവർ ഉറപ്പ് കൊടുത്താൽ പോലും വീട്ടുകാർ അവരെ തിരിച്ച് ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല. അങ്ങനെ വീട്ടിൽ പ്രവേശിപ്പിക്കപ്പെടാതെ, അങ്ങനെ അനുമതി കിട്ടാതെ സാനിറ്റോറിയത്തിൽ തന്നെ അന്തേവാസികളായി തുടരുന്ന ഒരുപാട് പേര് ഭാസി കണ്ടു. അപ്പോൾ ഇങ്ങനൊരു ഒരു ജീവിതം, അതായത് അതുമാത്രമല്ല, അപ്പോൾ അങ്ങനൊരു നാടകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിത്താൻ ഒരു ദിവസം വിളിച്ച് ഭാസിയോട് ചോദിക്കുന്നത്, രോഗം ഒരു കുറ്റമാണോ? കാര്യം രോഗം ഒരു കുറ്റമാണെങ്കിൽ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. കുഷ്ഠരോഗികളെ പൊതുനിരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം എന്നുള്ളൊരു ശിക്ഷ വിധിക്കാനുള്ളൊരു ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നറിഞ്ഞിട്ടാണ് ഡോക്ടർ ഉണ്ണിത്താൻ ഭാസിയോട് വളരെ സങ്കടത്തോടെ, ക്ഷോഭത്തോടെ ആ ചോദ്യം ചോദിച്ചത്. ഭാസി ആ ക്ഷോഭം അതേപടി ഏറ്റുവാങ്ങി അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമസഭാ കക്ഷിയുടെ യോഗത്തിൽ വെച്ച് ഡോക്ടർ AR മേനോൻ ആരോഗ്യമന്ത്രിയോട് ഇതേ ചോദ്യം ചോദിച്ചു, രോഗം ഒരു കുറ്റമാണോ എന്ന് പറഞ്ഞ് ഈ കഥ മുഴുവൻ വിവരിച്ചു. ഈ കഥ കേട്ടപ്പോൾ ഭാസി സാധാരണ വളരെ തമാശ പറയുന്ന ആളാണ്. ഒരുപാട് തമാശകളിലൂടെയാണ് അദ്ദേഹം നിയമസഭയിൽ പെർഫോം ചെയ്യുന്നത്. പക്ഷേ വളരെ ഗൗരവത്തോടുകൂടി, ഒട്ടും ചിരി പോലും വരാതെ ഈ ഒരു സംഭവം മുഴുവൻ വളരെ വിവശനായി പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ടിരുന്നു. ഈ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അച്യുതമേനോനും എല്ലാവരും അത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടർ AR മേനോൻ പറഞ്ഞു, ഞാൻ അങ്ങനൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. ആ നിയമം കൊണ്ടുവരാൻ ഞാൻ ഇനി അത് പിൻവലിക്കുകയാണ്. അങ്ങനെ ആ രീതിയിലും വിജയിച്ച ഒരു തോപ്പിൽ ഭാസിയുടെ ഒരു സംരംഭമായിരുന്നു, അല്ലെങ്കിൽ ഒരു ശ്രമമായിരുന്നു അത്. പക്ഷേ അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അടുത്ത നാടകം എഴുതിയത് അശ്വമേധം. ഈ അശ്വമേധം എന്നുള്ള നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുടിയനായ പുത്രനും കഴിഞ്ഞാൽ KPSC ഏറ്റവും അധികം ജനസമ്മതി KPSCക്ക് നേടിക്കൊടുത്ത നാടകമായിരുന്നു. അത്രയധികം അതിനകത്തെ സുലോചനയുടെ നായിക കഥാപാത്രമായ സരോജമായിട്ടുള്ള അഭിനയം, മറ്റെല്ലാവരും മത്സരിച്ച് അഭിനയിച്ച നാടകം. അങ്ങനെ KPSC വീണ്ടും KPSC വിട്ടുപോയി മറ്റൊരു നാടക സംഘം ഉണ്ടാക്കിയെങ്കിൽ പോലും അതിന് യാതൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു തോപ്പിൽ ഭാസിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അശ്വമേധം കഴിഞ്ഞ് എഴുതിയത് അശ്വമേധത്തിൻ്റെ രണ്ടാം ഭാഗമായ ശരശയ്യ എന്നുള്ള നാടകമാണ്. ശരശയ്യ എന്നുള്ള നാടകം വരുമ്പോഴത്തേക്കും, ആ നാടകം അവതരിപ്പിക്കുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു കഴിഞ്ഞിരുന്നു. KPSCയിലെ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർന്നു പോയ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെ പോകാൻ അവരിൽ ചിലർ തീരുമാനമെടുത്തു. പക്ഷെ അപ്പോൾ തന്നെ തോപ്പിൽ ഭാസി കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്ത് CPIയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഒരു തുറന്ന കത്തൊക്കെ EMSനും AKജിയെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കത്തൊക്കെ എഴുതിയിരുന്നു. അത് തെളിവിലെ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള പേരിൽ അത് പ്രസിദ്ധീകരിച്ച് അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനൊരു ആ കത്ത് വന്നതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് തോപ്പിൽ ഭാസിയുടെ കടുത്ത വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ KPSCയിൽ ഒരു പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി തോപ്പിൽ ഭാസി വളരെ കഠിന പരിശ്രമം ചെയ്ത് അന്ന് മറുഭാഗത്തേക്ക് പോകാൻ നിന്നവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഈ പക്ഷത്ത് ഉറപ്പിച്ച് നിർത്തി. അങ്ങനെ KPSC മറ്റ് ദേശാഭിമാനി ഉൾപ്പെടെ CPMൻ്റെ ചേരിയിലേക്ക് പോയെങ്കിലും KPSCയിൽ ഒരു പിളർപ്പുണ്ടാക്കാതെ നോക്കാൻ തോപ്പിൽ ഭാസിയാണ് മുൻകൈയിലെത്തത്. ശരശയ്യ എന്നുള്ള നാടകമാണ് അദ്ദേഹം അടുത്തതായിട്ട് എഴുതിയത്. ശരശയ്യ വലിയൊരു വിജയമൊന്നുമായില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ആ പശ്ചാത്തലത്തിൽ അതൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിരുന്നു. ശരശയ്യ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെയും KPSCയിൽ നിന്ന് പലരും, സുലോചന ഉൾപ്പെടെ KS ജോർജ് ഉൾപ്പെടെ പലരും KPSC വിട്ടുപോയി. അതിനുശേഷം പിന്നെയും അദ്ദേഹം അടുത്തതായി എഴുതിയ നാടകം യുദ്ധകാണ്ഡത്തിലും ഒരു കുടുംബത്തിലുണ്ടാകുന്ന അന്തഃഛിദ്രമാണ് അദ്ദേഹം പ്രമേയമാക്കിയത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധകാണ്ഡം കഴിഞ്ഞ് KPSCയുടെ അപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി കാമ്പശ്ശേരി കരുണാകരനും തോപ്പിൽ ഭാസിയും പ്രവർത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുപ്പിച്ചടുപ്പിച്ച് 2 നാടകങ്ങൾ അദ്ദേഹം എഴുതി. ഒരു വൃദ്ധനായ ഒരു കർഷകക്കാരനവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില ആഭ്യന്തരമായ അവരുടെ ആ വീട്ടിലെ പ്രശ്നങ്ങളും, അദ്ദേഹത്തിൻ്റെ മകളൊരു നാടകക്കാരിയാകുന്നതിനെ ചൊല്ലിയുണ്ടാകുന്ന നാട്ടുകാരുടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, അദ്ദേഹം മകളെ കല്യാണം കഴിപ്പിക്കാനിരുന്ന മരുമകൻ ഉൾപ്പെടെ ആ കുടുംബം വിട്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂട്ടുകുടുംബം എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതിയ നാടകം വലിയൊരു വിജയമായിരുന്നു.
കൂട്ടുകുടുംബം കഴിഞ്ഞ് ആ വർഷം തന്നെ തോപ്പിൽ ഭാസിയുടെ മറ്റൊരു വളരെ വളരെ പ്രശസ്തമായ നാടകം എഴുതി. അതാണ് തുലാഭാരം. തുലാഭാരം അന്നത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ചില പക്ഷപാതിത്വങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. ഒരു 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 വിജയ എന്നുള്ളൊരു ഒരു യുവതി, ഒരു സമ്പന്നയായ ഒരു യുവതി നിർഭാഗ്യവശാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു തൊഴിലാളിയുടെ ഭാര്യയായി തീരുകയും ആ തൊഴിലാളി പിന്നീട് ഒരു സമരത്തിൽ കൊല്ലപ്പെടുകയും മുതലാളിമാരുടെ ഗുണ്ടകൾ കൊല്ലുകയും ഈ യുവതിയും പിന്നെ 3 കുട്ടികളും അനാഥരാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് അവർ മരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ മരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിയായി കോടതിയിൽ നിൽക്കുന്നിടത്തുനിന്നാണ് നാടകം ആരംഭിക്കുന്നത്. അങ്ങനെ നീതിന്യായ വ്യവസ്ഥ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് തുലാഭാരം എന്നുള്ള നാടകത്തിലൂടെ. ആ നാടകവും ലീല എന്നുള്ള നടിയായിരുന്നു ആ നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതും വലിയൊരു വിജയമായി. അതേസമയം തന്നെ തോപ്പിൽ ഭാസി സിനിമയിൽ ധാരാളം സിനിമകൾക്ക് തിരക്കഥ എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ അശ്വമേധം ഉൾപ്പെടെയുള്ള, തുലാഭാരം ഉൾപ്പെടെയുള്ള നാടകങ്ങളൊക്കെ സിനിമയായി. കൂട്ടുകുടുംബം, മൂലധനം, ഇതൊക്കെ സിനിമയാകുന്നു. മറ്റ് തകഴിയുടെയും കേശവദേവിൻ്റെയും പിന്നെ ബഷീറിൻ്റെയും ഒക്കെ വിഖ്യാതങ്ങളായ നോവലുകൾക്ക് തിരക്കഥ എഴുതുന്നു. അങ്ങനെ തോപ്പിൽ ഭാസി ഒരു മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സംവിധാനത്തിലേക്ക് മാറുന്നത്. സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസ ഗുരുവായി അദ്ദേഹം വിൻസെൻറ്റിനെയാണ് കണ്ടത്. വിൻസെൻ്റാണ് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ വിൻസെൻറ്റുമായി സംവിധാനത്തിൻ്റെ പാഠങ്ങളൊക്കെ അദ്ദേഹം അഭ്യസിച്ച ശേഷം സംവിധാനം ചെയ്യാൻ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഉദയ നിർമ്മിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകം തന്നെയാണ്. അങ്ങനെ ആ നാടകം സത്യനും പ്രേംനസീറും ഷീലയും ജയഭാരതിയും ഒക്കെ അഭിനയിച്ച ഒരു നാടകം പോലെ ഒരു ഐതിഹാസിക വിജയമായി മാറിയില്ല എങ്കിൽ പോലും സംവിധായകൻ എന്നുള്ള നിലയിൽ തോപ്പിൽ ഭാസിയുടെ സിനിമ എന്നുള്ള മാധ്യമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൈയടക്കം തെളിയിച്ച ഒരു സിനിമയായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. തൊട്ടുപുറകെ വന്ന അദ്ദേഹത്തിൻ്റെ ശരശയ്യ, സത്യൻ്റെ അവസാന ചിത്രങ്ങളിലൊന്ന് ശരശയ്യ എന്നുള്ള ചിത്രവും സത്യനും ഷീലയും മധുവുമൊക്കെ അഭിനയിച്ച സിനിമ ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടുകയും തോപ്പിൽ ഭാസി അതിൻ്റെ സംവിധാനം എന്നുള്ളതിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ആദ്യത്തെ സംസ്ഥാന അവാർഡ് 1969-70 ആദ്യത്തെ സംസ്ഥാന അവാർഡ് മികച്ച കഥയ്ക്കുള്ളത് മൂലധനത്തിന് എൻ്റെ പേരിൽ തോപ്പിൽ ഭാസിക്കാണ് കിട്ടിയത്. അങ്ങനെ സിനിമാ രംഗത്തും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നാടകം എന്നുള്ള മാധ്യമത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്യുകയാണെങ്കിൽ പോലും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. എങ്കിലും അദ്ദേഹം ഒരു നാടകം എഴുതിയത് 1971 KPSC അവതരിപ്പിച്ച ഇന്നലെ ഇന്ന് നാളെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ദുരന്തങ്ങളെയാണ്, ഒരു കുടുംബത്തിലും സമൂഹത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെ അദ്ദേഹം സുഗതൻ സാറിൻ്റെ മാതൃകയിൽ സൃഷ്ടിച്ച രാഘവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ നാടകം എഴുതി സംവിധാനം ചെയ്തത്. KPSC അവതരിപ്പിച്ച ആ നാടകം അത്ര വലിയ വിജയമായിരുന്നില്ല. അതോടുകൂടി അദ്ദേഹം നാടകരചനയിൽ നിന്ന് ഒരു ഇടവേള അദ്ദേഹം എടുത്തു. കുറേ നാൾ അദ്ദേഹം നാടകം എഴുതിയില്ല. സിനിമയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിനിമയിൽ ശരശയ്യയ്ക്ക് ശേഷം അദ്ദേഹം ഉദയായ്ക്ക് വേണ്ടി തന്നെ ഒരു സുന്ദരിയുടെ കഥ എന്നുള്ള സിനിമ, കേശവദേവിൻ്റെ നോവൽ ചെയ്തു. അതിനുശേഷം മാധവിക്കുട്ടി എന്നുള്ള ഒരു വൈക്കം നായരുടെ നോവലിനെ ബേസ് ചെയ്തിട്ട് മാധവിക്കുട്ടി എന്നുള്ള സിനിമ ചെയ്തു. KPSC അപ്പോഴത്തേക്കും ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിച്ചു. തോപ്പിൽ ഭാസി തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അത് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളൊന്നുമല്ല ആദ്യത്തെ സിനിമയാക്കിയത്. അത് തകഴിയുടെ വളരെ വിഖ്യാതമായ ഒരു നോവൽ ഏണിപ്പടികൾ എന്നുള്ളൊരു പീരിയഡ് ഫിലിമായി തന്നെ തോപ്പിൽ ഭാസി അത് മധുവിനെയും ശാരദയെയും ജയഭാരതിയെയും ഒട്ടനേകം താരങ്ങളെയും ഒക്കെ പിന്നെ അതിനകത്ത് അണിനിരത്തിക്കൊണ്ട് KPSC ഫിലിംസ്, കമ്പിശ്ശേരി കരുണാകരനും PK വാസുദേവൻ നായരും നിർമ്മാതാക്കളായി KPSC ഫിലിംസ് നിർമ്മിച്ച ഏണിപ്പടികൾ തോപ്പിൽ ഭാസി സംവിധാനം ചെയ്തു. ആ സിനിമ എന്നുള്ള നിലയിൽ കലാപരമായി അത് നേട്ടം ഒരു മികച്ച സിനിമ ആയിരുന്നെങ്കിൽ പോലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ തോപ്പിൽ ഭാസി പിന്നെ ഏണിപ്പടികൾക്ക് ശേഷം മാധവിക്കുട്ടി എന്നുള്ള സിനിമ, അത് കഴിഞ്ഞ് ചക്രവാകം എന്ന് മറ്റൊരു സിനിമ, പിന്നെ ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, അതിനകത്ത് അദ്ദേഹം അതിനകത്തെ ഒരു പ്രധാന കഥാപാത്രമായ സംഗതി അറിഞ്ഞ എന്ന് ചോദിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് തോപ്പിൽ ഭാസി തന്നെ അഭിനയിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് 2-3 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് മഞ്ഞിലാസ് എന്ന് പറയുന്ന തോപ്പിൽ ഭാസി കൂടെ അംഗമായ മഞ്ഞിലാസ് ടീം, സത്യൻ, പിന്നെ MO ജോസഫ്, KS സേതുമാധവൻ, മെല്ലി റാണി, തോപ്പിൽ ഭാസി, വയലാർ ദേവരാജൻ, ഇങ്ങനൊരു ടീമാണ് മഞ്ഞിലാസ് എന്ന് പറയുന്ന ചലച്ചിത്ര ബാനറിൻ്റെ ടീം. അതിനകത്തുനിന്ന് പലരും, സത്യൻ പിന്നെ അന്തരിച്ചു, മെല്ലി റാണി പോയി, അങ്ങനെ പലരും വിട്ടുപോയി. KS സേതുമാധവനായിരുന്നു സംവിധായകൻ, അദ്ദേഹവും പോയി. അങ്ങനെ ആ രംഗത്തേക്ക് തോപ്പിൽ ഭാസിയാണ് മഞ്ഞിലാസ് അടുത്ത ചിത്രമെടുക്കാൻ നിയോഗിച്ചത്. പമ്മൻ്റെ മിസ്സി എന്നുള്ള കഥയായിരുന്നു, നോവലായിരുന്നു. മിസ്സി കഴിഞ്ഞ് മലയാറ്റ രാമകൃഷ്ണൻ്റെ പൊന്നി എന്നുള്ള മറ്റൊരു അദ്ദേഹത്തിൻ്റെ വർണ്ണചിത്രമാണ്. അതിനു മുമ്പ് ചക്രവാകമായിരുന്നു അദ്ദേഹം ആദ്യം എടുത്ത കളർ ചിത്രം. രണ്ടാമത്തെ കളർ ചിത്രമായിരുന്നു പൊന്നി.
അപ്പോൾ ഇങ്ങനെ സിനിമാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നതിനിടയിൽ തന്നെ 1975 KPSCയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നു. അദ്ദേഹം KPSCയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. സംവിധാന ചുമതലയിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് രജത ജൂബിലി നടക്കുന്നത്. തോപ്പിൽ പാസി എന്നെ മുൻപിൽ നിന്നുകൊണ്ട് പഴയ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട്, പഴയ എല്ലാവരും ചില രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അതിൽ പങ്കെടുത്തില്ലെങ്കിലും ജനാർദ്ദനക്കുറുപ്പിനെ പോലെ, KS ജോർജിനെ പോലെ, സാംബശിവനെ പോലെ ചിലരൊക്കെ മാറി നിന്നെങ്കിലും ബാക്കി എല്ലാ പഴയ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒന്നുകൂടെ അവതരിപ്പിച്ചു. അതൊരു വലിയ വിജയമായി മാറി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിച്ച അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ വയലാർ രാമവർമ്മ അന്തരിച്ചു. വയലാർ രാമവർമ്മയുടെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പേരിലൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നതും അതിൻ്റെ ഒരു പണം പിരിക്കുന്നതും ഒക്കെ തോപ്പിൽ പാസിയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്നത്. അതിൻ്റെ അടുത്ത വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ കാമ്പശ്ശേരിക്കാരനായിരുന്നു വിട പറയുന്നു 1977. അങ്ങനെ ഇത് അദ്ദേഹത്തിന് ഏറ്റവും അധികം അദ്ദേഹത്തെ ബാധിച്ച 2 വ്യക്തിപരമായ ദുരന്തങ്ങളായി മാറി. അപ്പം അങ്ങനെ തോപ്പിൽ പാസി തിരിച്ച് KPSCയിലേക്ക് വരുന്നത് സഹസ്രയോഗം എന്നുള്ള നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ്. ശ്രീമൂലനഗരം വിജയൻ്റെ സഹസ്രയോഗം സംവിധാനം ചെയ്തു. അതിനടുത്ത വർഷം 1979 തോപ്പിൽ പാസി മറ്റൊരു നാടകൃത്തുമായി ചേർന്നൊരു നാടകം എഴുതി. ലയനം എന്നായിരുന്നു അതിൻ്റെ പേര്. AN ഗണേശ്, അന്നത്തെ ഏറ്റവും തിരക്ക് പിടിച്ചൊരു നാടകൃത്ത്, അദ്ദേഹവുമായി ചേർന്ന് AN ഗണേശിൻ്റെ ഒരു തീം തോപ്പിൽ പാസി എന്നത് ഡെവലപ്പ് ചെയ്ത് ഒരു കുടുംബത്തിൽ അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു തീമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നിപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റുമായിരുന്നില്ല. അത് പല നാടകങ്ങളിലും പല എഴുത്തുകളിലും എപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. അത് ആദ്യം യുദ്ധകാണ്ഡത്തിൽ എഴുതി, പിന്നെ ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള നാടകത്തിൽ എഴുതി, പിന്നീട് ലയനം എന്നുള്ള നാടകം. ഒരു പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പ്രസ്ഥാനത്തിലുണ്ടാകുന്ന പിളർപ്പ്, ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെയും എഴുതുന്നത്. ആ നാടകം KPSCയുടെ വളരെ വിജയിച്ച ഒരു നാടകമായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം KPSCക്ക് വേണ്ടി ഒരു പൂർണ്ണമായ ഒരു നാടകം അദ്ദേഹം തന്നെ എഴുതി. അത് നമ്മളുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ചില അപജയങ്ങൾ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകേണ്ട സർവീസാണ് ഗതാഗതം, ട്രാൻസ്പോർട്ട്, പ്രത്യേകിച്ച് KSRTC. അവിടെയുള്ള അതിൻ്റെ പ്രവർത്തകർ ജനങ്ങളോട് കാണിക്കുന്ന ചില അലംഭാവമൊക്കെയാണ് അദ്ദേഹം ഒരു ബസ്സിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ നാടകം കയ്യും തലയും പുറത്തിടരുത്. അപ്പോൾ അതിനകത്ത് വളരെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാര്യം ബസ് തന്നെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളായിരുന്നു. അത് ആർട്ടിസ്റ്റ് സുജാതനാണ് അദ്ദേഹത്തെ സഹായിച്ചത്. ആ ബസ്സിനകത്ത് ചില സംഭവങ്ങൾ നടക്കുന്നു, വഴിയിൽ കൊണ്ടിരുന്നു. ആ വഴിയിൽ ഇട്ട കാരണം പിന്നെ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ, അവരെ ജീവിതത്തിൽ തന്നെ ആഴത്തിൽ ബാധിച്ച പല സംഭവങ്ങൾ അരങ്ങേറുന്നു. അതായിരുന്നു ആ നാടകത്തിൻ്റെ പ്രമേയം. അത് വളരെ വലിയൊരു സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു. ആ സമയത്ത് ആ നാടകത്തിൻ്റെ സംവിധാനം കഴിഞ്ഞ് പുറകെ അദ്ദേഹം ആശുപത്രിയിലായി. അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗം അദ്ദേഹത്തെ കടുത്ത രീതിയിൽ ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കേണ്ടി വന്നു. അതൊരു വഴിത്തിരിവായിരുന്നു. അതുവരെ എൻ്റെ നീലാകാശം എന്നുള്ള സിനിമകളൊക്കെ എടുത്ത് അതും വളരെ ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ, സർവേക്കല്ല് പോലൊരു നാടകം അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച് സിനിമയാക്കി. അപ്പം അങ്ങനെ സിനിമാ രംഗത്ത് അദ്ദേഹം കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അല്ലെങ്കിൽ കൂടുതൽ മാധ്യമത്തിൽ തന്നെ ചില പ്രത്യേക രീതിയിൽ യുദ്ധകാണ്ഡം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നാടകം സിനിമയാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളൊക്കെ സിനിമയാകുന്നു, മറ്റ് ചില കഥകൾ സിനിമയാക്കുന്നു. അങ്ങനെ സിനിമാ രംഗത്ത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ഈ കയ്യും തലയും പുറത്തിടുന്നുള്ള നാടകം എഴുതിക്കൊണ്ട് നാടകരംഗത്തേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനുണ്ടായി ഈ ഒരു ശാരീരികമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തെ സിനിമാ രംഗത്തുനിന്ന് പൂർണ്ണമായി പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് 1981 ആയപ്പോഴേക്കും തോപ്പിൽ പാസി KPSCയിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി മടങ്ങി വരികയും പിന്നീടുള്ള കാലം, അടുത്ത 11 വർഷക്കാലം തോപ്പിൽ പാസി KPSCയുടെ ഭാഗമായി തന്നെ തുടരുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം നാടകങ്ങൾ നിരന്തരം സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാനസഗുരു, അദ്ദേഹം ഏകലവ്യൻ, ദ്രോണാചാര്യരെ പോലെ കാണുന്ന N കൃഷ്ണപിള്ള സാറിൻ്റെ 2 നാടകങ്ങൾ, അദ്ദേഹം പത്മഭവനം, കന്യക എന്നീ 2 നാടകങ്ങൾ സംവിധാനം ചെയ്തു, അവതരിപ്പിച്ചു. അതൊരു പ്രൊഫഷണൽ വേദിയിൽ നടത്തിയ ധീരമായ ഒരു പരീക്ഷണമായിരുന്നു ഒരുപക്ഷെ ആ 2 നാടകങ്ങൾ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ സൂക്ഷിക്കുക, ഇടതുവശം പോവുക, രജനി എന്നീ 2 നാടകങ്ങൾ അദ്ദേഹം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ്. ഈ 2 നാടകങ്ങളിലും സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ഈ സൂക്ഷിക്കുക, ഇടതുവശം പോവുക എന്നുള്ള ജാതിമത ദുർശക്തികൾക്കെതിരെയുള്ളൊരു വളരെ കനത്ത ഒരു വിമർശനമായിരുന്നു. ഭയങ്കരമായൊരു ആക്രമണം തന്നെയായിരുന്നു സൂക്ഷിക്കുക, ഇടതുവശം പോവുക. രജനി എന്ന് പറയുന്ന സ്ത്രീപക്ഷ നാടകമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ പക്ഷേ എന്താണ് കേരളത്തിലെ പെൺകുട്ടികൾ, ഇന്ത്യയിലെ പെൺകുട്ടികൾ നേരിടുന്ന സ്ത്രീധനത്തിൻ്റെ പേരിൽ അവർ സഹിക്കുന്ന അവരുടെ ദുർവിധിയെക്കുറിച്ചാണ് രജനി എന്നുള്ള നാടകം പറഞ്ഞത്. അതിനിടയിൽ അദ്ദേഹം ചെയ്ത മറ്റൊരു
ഈ സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മറ്റ് 3 നാടകങ്ങൾ 2 നാടകങ്ങൾ ചെയ്തത് 3 നാടകങ്ങൾ വേണമെങ്കിൽ പറയാം. കേശവൻ പോറ്റി സാറ് തോപ്പിൽ ഭാസിയുടെ ഏറ്റവും ഗുരു ആയിട്ട് കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന KPSCയുടെ പിന്നെ എല്ലാമായ കേശവൻ പോറ്റി എഴുതിയ മൃച്ഛകടികം എന്നുള്ള സംസ്കൃത നാടകത്തിൻ്റെ രൂപാന്തരമായ മൃച്ഛകടികം അദ്ദേഹം അത് സംവിധാനം ചെയ്തു. അതിനകത്ത് തന്നെ കാലാന്തരത്തിൽ അതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി വസന്തസേന എന്നുള്ള ക്യാരക്ടറിനൊക്കെ കൂടുതൽ അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ നാടകം സംവിധാനം ചെയ്തത്. അതിൻ്റെ തൊട്ടുപിറകെ തന്നെ പാഞ്ചാലി, ശാകുന്തളം എന്നീ 2 നാടകങ്ങൾ തികച്ചും ഒരു ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിലൂടെ എന്ന് പറയാം, ആ രീതിയിൽ തന്നെ സ്ത്രീയുടെ പക്ഷത്തുനിന്ന്, സ്ത്രീയുടെ ഭാഗത്തുനിന്ന്, പാഞ്ചാലിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ശകുന്തളയുടെ ഭാഗത്തുനിന്നും ഈ മഹാഭാരത ഉപാഖ്യാനങ്ങളെ കാണുന്ന രീതിയിലാണ് ആ 2 നാടകങ്ങൾ എഴുതി അദ്ദേഹം സംവിധാനം ചെയ്തത്. അതിനു മുമ്പ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി കഴിഞ്ഞാൽ KPSC ഒരുപക്ഷെ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കണിയാപുരം രാമേന്ദ്രൻ എഴുതിയ ഒരു നാടകം അവതരിപ്പിച്ചപ്പോഴാണ്. ഇത് ഭഗവാൻ കാലുമാറുന്നു. ഭഗവാൻ കാലുമാറുന്നു 1982 രംഗത്ത് കൊണ്ടുവന്നപ്പോൾ വളരെ ശക്തിയായ ഒരു ആക്രമണമാണ് RSSൻ്റെയും ജാതിമത ശക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് തോപ്പിൽ ഭാസിക്ക് അതിനെ പ്രതിരോധിക്കാൻ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രവർത്തകർ, CPIയുടെയും CPMൻ്റെയും പ്രവർത്തകർ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. അങ്ങനെ ഉത്സവ പറമ്പുകളിലും എവിടെ വേണമെങ്കിലും ഇങ്ങനെ KPSC ആക്രമിക്കാൻ വേണ്ടി, KPSC സംഘത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അടിച്ചോടിച്ചുകൊണ്ട് തന്നെ ആ നാടകം ഒരു ജൈത്രയാത്ര നടത്തിയത്. അത് തോപ്പിൽ ഭാസിയുടെ സംവിധാനത്തിൻ്റെ കീഴിലാണ് ഭഗവാൻ കാലുമാറുന്നു അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ 30ാം വർഷവും തോപ്പിൽ ഭാസി തന്നെ വളരെ സമുചിതമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആചരിക്കപ്പെട്ടു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി വീണ്ടും വളരെ ഗംഭീരമായി തന്നെ അരങ്ങത്ത് തിരിച്ചു കൊണ്ടുവന്നത് ആ കാലത്താണ്. അങ്ങനെ ഈ നാടകങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുമാറിയെങ്കിലും ചില സിനിമകൾക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് സിനിമയിലും അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച നാടകം എന്ന് പറയാവുന്ന, തീർച്ചയായിട്ടും ഏത് നാടകമാണ് പല രീതിയിൽ മികച്ച നാടകങ്ങൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, സർവേക്കല്ല്, തുലാഭാരം, മുടിയനായപുത്രൻ, ഉദയാശം ബുദ്ധിഭൂമി, പിന്നെ ഇങ്ങനെ പല നാടകങ്ങളും നമുക്ക് ഒന്നാം നിരയിൽ അശ്വമേധം, ഇങ്ങനെ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പല നാടകങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാ രീതിയിലുള്ള ആത്മകഥ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു രചന എന്ന് പറയുന്നത് ഒടുവിലെ ഓർമ്മകൾ എന്നുള്ള ആത്മകഥയാണ്. ജനൈകം വാരികയിൽ 1950കളുടെ ഒടുവിൽ അത് സീരിയലൈസ് ചെയ്തപ്പോഴും പിന്നീട് പുസ്തക രൂപത്തിൽ വന്നപ്പോഴൊക്കെ ആളുകൾ വളരെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു പുസ്തകമായിരുന്നു ഒടുവിലെ ഓർമ്മകൾ. ഒടുവിലെ ഓർമ്മകൾ അരങ്ങത്ത് വരുമ്പോഴത്തേക്കും അതിൽ നായകന്മാരാകുന്നത് അവിടുത്തെ സാധാരണക്കാരാണ്. തോപ്പിൽ ഭാസിയുടെ ആത്മകഥയിൽ പേരെടുത്ത് പറയുന്ന എം.എൻ. ഗോവിന്ദനാർ ഉൾപ്പെടെയുള്ള ശങ്കരനാരായണൻ തമ്പി, പുതുപ്പള്ളി രാഘവൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊന്നും അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല. തോപ്പിൽ ഭാസി വരുന്നുണ്ട്. ഒരു ഇരുട്ടത്ത് ഒരു ബീഡിക്കുറ്റിയുടെ വെളിച്ചത്തിൽ ഒരാൾ ഒരു നിഴൽ രൂപമായി കടന്നു പോകുന്ന രീതിയിലാണ് തോപ്പിൽ ഭാസി ആ നാടകത്തിൽ വരുന്നത്. ബാക്കിയെല്ലാം ചേന്നൻ പുലയനും മകൻ തേവനും അതുപോലെ തന്നെ നടപടക്കത്തിൽ പരമു നായരും ഗോപാലപിള്ളയും പരമേശ്വരൻ നായരും ചേലക്കോട്ടയത്ത് കുഞ്ഞിരാമനും, ഇങ്ങനെ ആ കഥയിൽ നാടകത്തിൽ നായക കഥാപാത്രങ്ങളാകുന്നത് ഈ സമരത്തിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്ത ധീരരക്തസാക്ഷികളായി മാറിയവരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം നയിച്ചവരുമായ കുറേ അധികം പേരാണ്. മാത്രമല്ല നാടകത്തിൻ്റെ അവതരണം അത് അവതരിപ്പിച്ചപ്പോൾ 1992 ഓഗസ്റ്റ് മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണോ ഈ ഒരു സമരം ചെയ്ത് ആ ജന്മി കുടുംബത്തിലെ അംഗമാണ്, തെന്നല കുടുംബത്തിലെ അംഗമാണ്, അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനൊരു നാടകം അരങ്ങത്ത് വന്നത് വാസ്തവം പറഞ്ഞാൽ ഒരു വലിയൊരു കാലഘട്ടത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി അവതരിപ്പിക്കുകയായിരുന്നു. ആ വികാര തീവ്രതയോടുകൂടി അവതരിപ്പിക്കുകയായിരുന്നു. KPSC അത് വീണ്ടും അത് അവതരിപ്പിക്കാനുള്ള അരങ്ങൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അത് അരങ്ങത്തെത്തും. അപ്പോൾ അങ്ങനെ തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ഒരു മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ വളരെ നാടകീയമായ രീതിയിലാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ തുടങ്ങി ഒളിവിലെ ഓർമ്മകളിൽ അവസാനിക്കുന്ന ഒരു വലിയ നാടക സപര്യ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സാർത്ഥകമായത് ഈ ഒളിവിലെ ഓർമ്മകൾ അരങ്ങത്ത് വന്നതോടുകൂടിയാണ്. ഒളിവിലെ ഓർമ്മകളിലൂടെ ആളുകളുടെ ഒരു കാലഘട്ടത്തെ മാത്രമല്ല, തോപ്പിൽ ഭാസി എന്നുള്ള നാടകൃത്തിനെയും സംവിധായകനെയും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ നാടകത്തിൻ്റെ രൂപകൽപ്പനയിലുമൊക്കെ വന്ന മാറ്റങ്ങളെയുമൊക്കെ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ ഒരു നാടകത്തിലൂടെ. ആ നാടകം അരങ്ങത്ത് വന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ആ നാടകം കളിച്ചു. അതിനിടയിൽ തന്നെയാണ് അദ്ദേഹം പെട്ടെന്ന് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാല് മുറിച്ചു. അതിനുശേഷം 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ അനാരോഗ്യമുള്ള ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് 1992 ഡിസംബർ 6-ാം തീയതി നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇരുണ്ട ദിനം എന്ന് പറയാവുന്ന
ബാബറി മസ്ജിദ് തകർന്ന ദിവസം. തൊപ്പിൽ ഫാസി എക്കാലവും പോരാടിയിട്ടുള്ളത് ജാതിമത വർഗീയ ശക്തികളോട്. അവരെയാണ് നിരന്തരം വിമർശിച്ച് എഴുതിക്കൊണ്ടിരുന്നത്. അവസാന കാലത്ത് അദ്ദേഹം നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നത്, അദ്ദേഹം മറുപടി പറയുന്നു, ജനകീയത്തിലെ കത്തുകളിലേക്ക്, വായനക്കാരുടെ കത്തുകൾക്ക് മറുപടി പറയുന്നു, കുങ്കുമം വാരികയിൽ എഴുതിക്കൊണ്ടിരുന്നു. ദേശാഭിമാനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ചൊല്ലി EMSഉം VS അച്യുതാനന്ദനുമായി നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെട്ടു. ഇതൊക്കെ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഊന്നൽ മുഴുവൻ ഈ വർഗീയ ശക്തികൾ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിലായിരുന്നു. അതിനാണ് അദ്ദേഹം ഭഗവാൻ കാലമാർ എന്നുള്ള നാടകത്തിലൂടെ വളരെ ധീരമായി തന്നെ അവരെ ആഞ്ഞടിച്ചുകൊണ്ട് ആ നാടകം അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു ദിവസം, ആ ദിവസത്തിൻ്റെ അടുത്ത ദിവസം കേരളത്തിലാകെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസം, കാറ് പോലും അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നില്ല. അസുഖം തലേ ദിവസം മുതൽ തന്നെ 6-ാം തീയതി കഴിഞ്ഞു. ഈ വാർത്ത വായിച്ചിട്ട്, ഈ ബാബറി മസ്ജിദ് സംഭവമൊക്കെ വായിച്ചതിൻ്റെ വല്ല ഒരു ഹൃദയക്ഷോഭത്തോടുകൂടി ആ ദിവസം മുഴുവൻ ചിലവഴിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത് കൂടി, ശ്വാസം മുട്ടലൊക്കെ കൂടി. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല അവിടെ. ആശുപത്രി കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് തന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് വളരെ നാടകീയമായൊരു അവസാനമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇങ്ങനൊരു മനുഷ്യൻ, നാടിനു വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, മുഴുവൻ അവസാന ശ്വാസം വരെ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഒരാൾ, വർഗീയ ശക്തികളോടും മുതലാളിത്ത ശക്തികളോടും ഒരു വിട്ടുവീഴ്ച കാണിക്കില്ല എന്ന് എക്കാലവും ഉറക്കെ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, വളരെ ലളിതമായൊരു ജീവിതം നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അന്ന് ആ ദിവസം അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് വളരെ നാടകീയമായ ഒരു അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ വരുന്നൊരു നാടക സന്ദർഭം പോലെ തോന്നി എന്നുള്ളതാണ് പറയാനുള്ളത്. തൊപ്പിൽ ഫാസി എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ സംവിധായകൻ്റെ, നാടകക്കാരൻ്റെ, തൊപ്പിൽ ഫാസി എന്നുള്ള നാടകക്കാരൻ്റെ, ചലച്ചിത്രകാരൻ്റെ ഒരു ജന്മശതാബ്ദി ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് പുതിയ തലമുറ അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ ഉള്ളൊരു ജാലകം പോലെ ആ നാടകങ്ങളെ കാണണം. അതിനുവേണ്ടി ആ സിനിമകളെയും നാടകങ്ങളെയും വീണ്ടും അവതരിപ്പിക്കാനും അത് പുതിയ തലമുറയുടെ മുമ്പിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം.